ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് മീന കന്ദസ്വാമി എഴുതിയ അഗ്രഷൻ എന്ന പോം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അവേഴ്സ് ഈസ് എ സൈലൻസ് ദാറ്റ് വെയിറ്റ്സ്, എൻലെസ്ലി വെയിറ്റ്സ്. അപ്പം നമ്മുടേത് ഒരു നിശബ്ദതയാണ് എന്നാണ് തുടക്കത്തിൽ തന്നെ കവി പറയുന്നത്. അപ്പം ഈ വാചകം നിശബ്ദതയുടെ പങ്കിട്ട അനുഭവത്തെ സൂചിപ്പിക്കുന്നു. അവേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം ആധിപത്യ സാമൂഹിക ഘടനകളാൽ, അതായത് ഡൊമിനൻറ്റ് സൊസൈറ്റൽ സ്ട്രക്ചേഴ്സിനാൽ പലപ്പോഴും നിശബ്ദമാക്കപ്പെടുകയോ നമുക്ക് പറയാം ശബ്ദം നിഷേധിക്കപ്പെടുകയോ ചെയ്യുന്ന ആ പാർശ്വവൽക്കരിക്കപ്പെട്ട ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ ആ മാർജിനലൈസ്ഡ് ഗ്രൂപ്പുകളുടെ പൊതുവായ അവസ്ഥ. അപ്പോൾ എൻലെസ്ലി വെയിറ്റ് എന്ന് കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇത് ഒരു തന്ത്രപരമായ ക്ഷമ, അതായത് ശക്തിയുടെ ഒരു ശേഖരണമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ശക്തിയുടെ ശേഖരണം, അതുപോലെ പ്രവർത്തനത്തിനായുള്ള അവസരോചിത നിമിഷത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ പാസീവ് സൈലൻസ് നിശബ്ദതയല്ല, മറിച്ച് ഒരു തരം ശക്തി ശേഖരിക്കലാണ്. ഭാവിയിലെ ഒരു കലാപത്തിനുള്ള പദ്ധതി. അപ്പോൾ ചുരുക്കത്തിൽ നിശബ്ദത ഒരു താൽക്കാലിക അവസ്ഥയാണ്. അനിവാര്യമായ പൊട്ടിത്തെറിക്കും വിപ്ലവത്തിന് മുമ്പ് ശക്തി ശേഖരിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് എന്നാണ് കവി പറയുന്നത്. സ്ത്രീകളെ, പ്രത്യേകിച്ച് മാർജിനലൈസ്ഡ് സ്ത്രീകളെ അടിച്ചമർത്തുന്ന പുരുഷാധിപത്യ, അതുപോലെ ജാതീയക്കെതിരായ ഒരു തരത്തിലുള്ള നമുക്ക് പറയാം ധിക്കാരത്തെ ചിത്രീകരിക്കാൻ കാത്തിരിക്കുന്ന നിശബ്ദത എന്ന പ്രതീകം കവിത ഉപയോഗിക്കുന്നു. ആൻഡ് ദെൻ അൺഏബിൾ ടു ബെയർ ഇറ്റ് എനി ഫർദർ ഇറ്റ് ബ്രേക്സ് ഇൻറ്റു വെയിൽസ്. അപ്പം ഇനിയും സഹിക്കാൻ കഴിയാതെ അത് വിലാപങ്ങളായി മാറുന്നു എന്ന വാചകം അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളും സാമൂഹിക മാറ്റത്തിന് ദീർഘകാല കാത്തിരിപ്പും ഒടുവിൽ എന്താകുന്നു, ശക്തമായ ഒരു കൂട്ടായ പ്രതിഷേധമായി പൊട്ടിപ്പുറപ്പെടുന്ന ഘട്ടത്തെ സൂചിപ്പിക്കുന്നു ഈ വരി. അപ്പോൾ നിഷ്ക്രിയ കാത്തിരിപ്പിൽ നിന്നും, അതായത് ഫ്രം പാസീവ് വെയിറ്റിംഗ് ടു ആക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിബിലിയൻ എന്ന് തന്നെ പറയാം. അത് നിഷ്ക്രിയ കാത്തിരിപ്പിൽ നിന്നും സജീവമായ പ്രതിരോധത്തിലേക്കും ഇല്ലെങ്കിൽ കലാപത്തിലേക്കുമുള്ള ഒരു മാറ്റത്തെയാണ് ഈ വരി സൂചിപ്പിക്കുന്നത്. അപ്പം വിലാപങ്ങൾ വേദനയുടെ ഒരു നിലവിളി മാത്രമല്ല, പിന്നെയോ മാറ്റത്തിനുള്ള ഒരു ഉത്തേജകമാണ് എന്നാണ് കവി പറയുന്നത്. But not all suppressed reactions end in our bemoaning the tragedy. എന്നാൽ എല്ലാ അടിച്ചമർത്തപ്പെട്ട പ്രതികരണങ്ങളും ദുരന്തത്തെക്കുറിച്ച് വിലപിക്കുന്നതിൽ അവസാനിക്കുന്നില്ല. അപ്പോൾ ദുരന്തത്തെക്കുറിച്ച് വിലപിക്കുന്നു എന്നത് ഇത് അനീതിയെക്കുറിച്ച് വിലപിക്കുന്നതിൻ്റെ ഒരു നിഷ്ക്രിയ പ്രതികരണത്തെ സൂചിപ്പിക്കുന്നു. അത് റെഫർ ചെയ്യുന്നത് എ പാസീവ് റിയാക്ഷൻ ഓഫ് മോർണിംഗ് ഓർ ലെമൻറ്റിംഗ് ഇൻജസ്റ്റിസ് ആണ്. അപ്പോൾ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ നിഷ്ക്രിയ ദുഃഖത്തിലേക്ക് മാത്രമേ നയിക്കൂ എന്ന ആശയത്തെ ഈ വരി വെല്ലുവിളിക്കുകയാണ്. ഈ വരി സൂചിപ്പിക്കുന്നത് എന്താണ്? ചില അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ നിഷ്ക്രിയ ദുഃഖത്തിലേക്ക് നയിക്കുമ്പോൾ മറ്റുള്ളവ അടിച്ചമർത്തലിനെതിരായ സജീവമായ കലാപത്തിലേക്കും പ്രതിരോധത്തിലേക്കും പൊട്ടിപ്പുറപ്പെടുന്നു എന്നാണ് കവി പറയുന്നത്. അപ്പോൾ വിലാപത്തിൽ നിന്നും പ്രവർത്തനത്തിലേക്കുള്ള ഈ മാറ്റം കവിതയിലെ ഒരു വഴിത്തിരിവാണ്. അപ്പോൾ ഇവിടെ നിശബ്ദരാക്കപ്പെട്ട മാർജിനലൈസ്ഡ് സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന കവി അവർ നേരിടുന്ന അനീതിയെ അംഗീകരിക്കുന്നതിന് പകരം ചെറുക്കാനായി ഡിസിഷൻ എടുക്കുന്നു. അപ്പം നമ്മളിതിൽ മുമ്പുള്ള ലൈൻസിൽ കണ്ടായിരുന്നു കവിത ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നിശബ്ദതയുടെയും കാത്തിരിപ്പിൻ്റെയും ഒരു കാലഘട്ടത്തെ കവി അംഗീകരിക്കുന്നതിലൂടെയും തുടർന്ന് എന്താ സംഭവിക്കുന്നത്? അനീതി കൂടുതൽ സഹിക്കാൻ കഴിയാത്തതിനാൽ വിലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുടെ പ്രാരംഭഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? കലാപത്തിലേക്കുള്ള മാറ്റം. അപ്പോൾ ഈ നിഷ്ക്രിയ വിലാപത്തിൽ നിന്ന് സജീവമായ പ്രതിരോധത്തിലേക്കുള്ള ഒരു മാറ്റത്തെ ഈ വരി എടുത്തു കാണിക്കുന്നു. ചിലർ ദുരന്തത്തെക്കുറിച്ച് വിലപിക്കാൻ തീരുമാനിച്ചേക്കാം, മറ്റുള്ളവർ അനീതിക്കെതിരെ പോരാടാൻ തിരഞ്ഞെടുത്തേക്കാം എന്ന് സൂചിപ്പിക്കുന്നു. സംടൈംസ് the outward signals of inward struggles take colossal forms. അതായത് ബാഹ്യ സിഗ്നലുകൾ എന്നത് നമുക്ക് പറയാം ആന്തരിക പോരാട്ടങ്ങളുടെ, അതായത് ഇൻറ്റേർണൽ സ്ട്രഗിൾസിൻ്റെ തീവ്രത വെളിപ്പെടുത്തുന്ന ദൃശ്യമായ പ്രവൃത്തികൾ, വാക്കുകൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ, അതായത് വിസിബിൾ ആക്ഷൻസ്, വേർഡ്സ് ഓർ ബിഹേവിയർ. അപ്പോൾ അവ പ്രതിഷേധങ്ങൾ മുതൽ പ്രത്യക്ഷമായ കലാപം വരെ ആകാം, നമുക്ക് വേണമെങ്കിൽ പറയാം.
ഇനി ആന്തരിക പോരാട്ടങ്ങൾ അവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവ മാർജിനലൈസ്ഡ് പീപ്പിൾ അല്ലെങ്കിൽ വിഭാഗങ്ങൾ പലപ്പോഴും അനുഭവിക്കുന്ന ആ ഇൻറ്റേർണലൈസ്ഡ് ആങ്കർ, റിസെൻമെൻറ്റ്, ഫീലിങ്സ് ഓഫ് ഇൻജസ്റ്റിസ്, അതായത് ആന്തരികവൽക്കരിച്ച കോപം, നീരസം, അനീതിയുടെ വികാരങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. അപ്പം മീന കന്ദസ്വാമിയുടെ കവിതയുടെ പശ്ചാത്തലത്തിൽ ഇത് പലപ്പോഴും കാസ്റ്റ്, ജെൻഡർ അടിച്ചമർത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. അതുപോലെ അതിന് മുമ്പ് പറയുന്നുണ്ട് ടേക്സ് കൊളോസൽ ഫോം. അപ്പോൾ ഈ ആന്തരിക പോരാട്ടങ്ങളുടെ ബാഹ്യ പ്രകടനങ്ങൾ ശക്തവും പരിവർത്തനാത്മകവും നിലവിലുള്ള വ്യവസ്ഥയുടെ അടിത്തറയെ ഇളക്കാൻ കഴിവുള്ളതുമാകുന്നു എന്നാണ് ഈ ഒരു വരി ഊന്നി പറയുന്നത്. അപ്പോൾ ഇത് എംഫസൈസ് ചെയ്യുന്നത് എന്താ? ആ ഔട്ട്വേർഡ് എക്സ്പ്രഷൻസ് ഓഫ് ദീസ് ഇൻവേർഡ് സ്ട്രഗിൾസ് ക്യാൻ ബി എങ്ങനെ പവർഫുൾ ആയിരിക്കാം, ട്രാൻസ്ഫോർമേറ്റീവ് ആയിരിക്കാം ആൻഡ് കേപ്പബിൾ ഓഫ് ഷേക്കിംഗ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം. അപ്പം അടുത്ത ലൈനിലോട്ട് പോവാം. ആൻഡ് ദ റെവല്യൂഷൻ ഹാപ്പൻസ് ബിക്കോസ് അവർ ഡ്രീംസ് എക്സ്പ്ലോഡ്. അപ്പം നമ്മുടെ സ്വപ്നങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് കൊണ്ടാണ് വിപ്ലവം സംഭവിക്കുന്നത് എന്ന വരി സൂചിപ്പിക്കുന്നത് മാർജിനലൈസ് ചെയ്യപ്പെട്ട സ്ത്രീകളുടെ മാർജിനലൈസ് ചെയ്ത വിഭാഗങ്ങളുടെ അടിച്ചമർത്തപ്പെട്ട അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ദീർഘകാല നിശബ്ദതയിൽ നിന്നും അടിച്ചമർത്തലിൽ നിന്നും മുക്തമാകുമ്പോൾ സാമൂഹിക മാറ്റവും വിപ്ലവവും ജ്വലിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരിക്കൽ ദുർബലമായ ഈ സ്വപ്നങ്ങൾ, ഡ്രീംസ്, അനീതിക്കെതിരായ ചെറുത്തുനിൽപ്പിനും അതുപോലെ കലാപത്തിനുമുള്ള ശക്തമായ ഒരു ശക്തിയായി പൊട്ടിത്തെറിക്കുന്നു. അടിച്ചമർത്തപ്പെട്ട സ്വപ്നങ്ങൾ, അപ്പോൾ പുരുഷാധിപത്യവും അതുപോലെ ജാതീയ ഘടനകൾക്കുള്ള മാർജിനലൈസ്ഡ് ആയവരുടെ ശബ്ദങ്ങളെയും അവരുടെ അഭിലാഷങ്ങളെയും നിശബ്ദമാക്കുന്നതിനെയും അടിച്ചമർത്തപ്പെട്ടിരുന്നതിനെയും സൂചിപ്പിക്കുന്നു. ഓക്കെ, അതുപോലെ എക്സ്പ്ലോഷൻ ഓഫ് ഡ്രീംസ്, അത് ഡ്രീം എക്സ്പ്ലോഡ് എന്നത് മെറ്റഫോറിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ബ്രേക്കിംഗ് പോയിന്റ് വേർ ദ സപ്രസ്ഡ് ഡിസയേഴ്സ് ആൻഡ് ലോങ്ങിങ്സ് ക്യാൻ നോ ലോങ്ങർ ബി കണ്ടിന്യൂഡ്. അതായത് സ്വപ്നങ്ങളുടെ ഈ സ്ഫോടനം ഒരു വിപ്ലവത്തിൻ്റെ ഉത്തേജകമാണെന്നാണ് കവിത സൂചിപ്പിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം അഗ്രഷൻ ഈസ് എ ബെസ്റ്റ് കൈൻഡ് ഓഫ് ട്രബിൾ ഷൂട്ടിംഗ്. അത് മിക്കപ്പോഴും ആക്രമണം ഏറ്റവും മികച്ച തരം പ്രശ്നപരിഹാരമാണ് എന്ന വരി സൂചിപ്പിക്കുന്നത് അടിച്ചമർത്തലിനെ മുഖീകരിക്കുമ്പോൾ അന്യായമായ വ്യവസ്ഥകളെ തകർക്കാനും നീതിക്ക് വേണ്ടി പോരാടാനും ശക്തമായ നടപടി ആവശ്യമാണ് എന്നാണ്. അപ്പോൾ കവിത പൊതുവെ നിലവിലുള്ള സാമൂഹിക അനീതികൾക്കെതിരായ ചെറുത്തുനിൽപ്പിൻ്റെയും കലാപത്തിൻ്റെയും സാധ്യതയെ എക്സ്പ്ലോർ ചെയ്യുന്നു. അത് പോസിബിലിറ്റി ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് റെബിലിയൻ എഗൻസ്റ്റ് പ്രിവലൻറ്റ് സൊസൈറ്റൽ ഇൻജസ്റ്റിസസ്. ഓക്കെ, അതുപോലെ അടിച്ചമർത്തലിനെ വെല്ലുവിളിക്കുന്നു. അതുപോലെ ആ ലാസ്റ്റ് ലൈൻ അധികാര ഘടനകളോടുള്ള നേരിട്ടുള്ള വെല്ലുവിളിക്കും അതുപോലെ അടിച്ചമർത്തലിനെതിരെ പോരാടാനുള്ള കവിയുടെ ഉദ്ദേശത്തിൻ്റെ പ്രഖ്യാപനവുമാണ്. ഓക്കെ, so I hope you are clear with this explanation. Thank you. Have a nice day.